അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ദിവസം അതാ അറബിയോട് ജെയ്ത്തൂൻ ബീവി പറയുന്നു, അതെ, പിന്നെ നാളെയാണ് ഫർസാനയെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം. സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ആ, അപ്പോൾ എന്തൊക്കെ തന്നെ രാവിലെ പോകണട്ടോ. നാളെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് എന്തെങ്കിലും ഉണ്ടോ? നാളെ ഇല്ല. അല്ല, നിങ്ങൾ പോയാൽ പോരെ? അല്ലെങ്കിൽ ഡ്രൈവറെ ഞാൻ വിട്ടാൽ പോരെ? അതെന്ത് പറച്ചില്ല, അതൊന്നും ശരിയാവില്ല കേട്ടോ. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഈ ഒരു സമയത്ത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ സ്നേഹമാണെന്നുള്ളത്. നിങ്ങൾക്കറിയില്ലേ? നിങ്ങളെന്താ അറിയാത്ത പോലെ? അല്ല, നീ ഉണ്ടാവുമ്പോൾ എനിക്ക് എല്ലാത്തിനും ധൈര്യമാണ്. നീ പോരെ എനിക്ക് അവളുടെ കാര്യമൊക്കെ നോക്കാൻ. അതുകൊണ്ടാണ്. അറബി മെല്ലെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും ഒരു അന്യ സ്ത്രീയുടെ കൂടെ ഇങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് അറബിക്ക് തോന്നിയതും. എന്നാൽ ജെയ്ത്തൂൻ ബീവി നല്ല ദുഃഖത്തിലായിരുന്നു. അവർ നേരെ ഉമ്മയുടെ അടുക്കലേക്ക്, ഉമ്മി, നാളെയാണ് ഫർസാനെ ഡോക്ടർ കാണിക്കേണ്ട ദിവസം. അപ്പോൾ അർബാവ് അതിനൊന്നും കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല. മോളെ, അതെന്താ അങ്ങനെ? ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. ഈ ഒരു സമയത്ത് അവൾ എങ്ങനെയെന്ന് വെച്ചാൽ കെയർ ചെയ്യേണ്ടതല്ലേ. യാ സേഫ്, യാ സേഫ്. അറബിയുമ്മ അതാ വിളിക്കുന്നു. ആ, എന്തോ ഉമ്മി? ഉമ്മയുടെ അടുക്കലേക്ക് അതാ വരുന്നു. മോനെ, എന്താടാ, നാളെ ഹോസ്പിറ്റലിൽ പോകാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? അതും ആ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ. എനിക്കൊരു മീറ്റിങ്ങും. മോനെ, സ്വന്തം ഭാര്യമാരെ കഴിഞ്ഞിട്ട് മതി കേട്ടോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ നിൻ്റെ കുഞ്ഞിനെയാണ് അവർ ജന്മം നൽകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിനക്ക് അതാണോ വലുത്, മീറ്റിംഗ് ആണോ വലുത്? ഉമ്മയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ഉമ്മി പറഞ്ഞ ആ ഒരു വാക്ക്, മോനെ, നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. അല്ലാ, അറിയില്ലല്ലോ അതെൻ്റെ കുഞ്ഞല്ല എന്നുള്ളത്. പഠിച്ചോനെ, എല്ലാം ക്ഷമിക്കാം. ഉമ്മയോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മ, നോക്കാം, ഞാൻ കഴിയുമെങ്കിൽ എങ്ങനെയെങ്കിലും പോകും. ഇത് അത്യാവശ്യം അർജൻറ്റ് ബിസിനസ് സംബന്ധമായിട്ട് ആയതുകൊണ്ട് മോനെ നീ ലീവ് പറഞ്ഞേക്ക്. എൻ്റെ ഭാര്യയെ കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട് എന്ന് പറഞ്ഞേക്ക്. അതിനെന്താ, ആരും സമ്മതിക്കാതെ നിൽക്കില്ല. ശരിക്കും അറബിയുടെ മനസ്സ് വല്ലാതെ ഇങ്ങ് വേദനിച്ചു. പാവം എൻ്റെ ഉമ്മ, എൻ്റെ ഭാര്യ, എല്ലാവരും പറ്റിക്കപ്പെടുകയാണല്ലോ റബ്ബേ. ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു റഹ്മാനെ. ഈ പാവങ്ങൾക്ക് ഒന്നും അറിയില്ല റബ്ബേ. ഞാനും ഫർസാനയും മാത്രമുള്ള ഒരു കളിയാണിത്. എനിക്കൊരിക്കലും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഫർസാൻ അത്രക്കും എന്നോട് കേണപേക്ഷിച്ചപ്പോൾ റബ്ബേ, ഒരു പെണ്ണിൻ്റെ ഭാവിയല്ലേ, അത് കരുതി ഞാനങ്ങ് ഓക്കെ പറഞ്ഞതാണ്. അല്ലാതെ ഞാനും അവളൊരു ബന്ധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല റഹ്മാനെ. ആ കുട്ടി രക്ഷപ്പെട്ടോട്ടെ എങ്ങനെയെങ്കിലും. അത് കഴിഞ്ഞിട്ടായിരിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. എന്തൊക്കെ തന്നെയാലും എൻ്റെ ജെയ്ത്തൂൻ ബീവിക്ക് അതൊരു സന്തോഷമായിരിക്കും. കാരണം ഒരു കുഞ്ഞിനെ കാണുകയെന്ന് പറയുമ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും. അപ്പോൾ അവളുടെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ അങ്ങ് പോയിക്കോളും. യാ അല്ലാ, എന്നെക്കൊണ്ടൊരാളും ദുഃഖിക്കാൻ അല്ലെങ്കിൽ സങ്കടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെക്കൊണ്ടൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ള പ്രതിഫലം ലഭിക്കും. അല്ലാതെ ഒരിക്കലും ഒരാളെ നമ്മൾ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്തുവാനോ പാടില്ല. അറബിയുടെ ചിന്ത അതായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ അറബി തൻ്റെ ബെഡ്റൂമിലേക്ക് പോകുന്നു. ജെയ്ത്തുൻ ബീവി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. യാ സേഫ്, ഇന്ന് ഫർസാനയുടെ അടുക്കലേക്ക് പോയിക്കോളൂ. ഇന്ന് എൻ്റെ ബീവിയുടെ കൂടെയാണ് ഞാൻ. എന്താ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്താ, എൻ്റെ കൂടെ ബീവിക്ക് നിൽക്കാൻ പ്രയാസമുണ്ടോ? അർബ, എന്താ അങ്ങീ പറയുന്നത്? എനിക്ക് അങ്ങയുടെ കൂടെ ജീവിക്കാൻ തന്നെയല്ലേ ഇഷ്ടം. പിന്നെ അവൾ ഗർഭിണിയല്ലേ എന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഞാൻ കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറയട്ടെ ബേബി, ഞാൻ നിന്നോടായിട്ട് പറയാണ്. എന്താ? അത് എനിക്ക് എപ്പോഴും നിൽക്കാനിഷ്ടം എനിക്ക് എൻ്റെ ബേബിയുടെ കൂടെയാണ് സത്യമായിട്ടും. അർബ, അങ്ങനെ പറയല്ലേ. അവൾ ഗർഭിണിയല്ലേ, അവൾ ഒറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. എൻ്റെ അർബാവിൻ്റെ കുഞ്ഞല്ലേ, നമ്മുടെ കുഞ്ഞന്നല്ലേ അത്. അപ്പോൾ ഒരിക്കലും അവൾ അവയോട് ചെയ്യാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്കെങ്കിലും എൻ്റെ അർബാവ് പോയിട്ട് അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കണം, അവളുടെ കൂടെ കഴിയണം. ശരിക്കും അറബിക്ക് സങ്കടം തോന്നി. പഠിച്ചവനെ, പാവം
എൻ്റെ ഭാര്യയും നിഷ്കളങ്കയായ എൻ്റെ ഭാര്യ വരെ പറ്റിക്കപ്പെടുകയാണല്ലോ റബ്ബേ. എനിക്ക് റഹ്മാനെ തൗബയുണ്ടാവുമോ ഞാൻ ഇത്രയധികം കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നതിന്? അർബാവിന് നല്ല കുറ്റബോധമുണ്ടായിരുന്നു റഹ്മാനെ, പഠിച്ചോനെ. സൈത്തൂൻ ബേബി അപ്പോഴേക്കും അർബാവിൻ്റെ തോളിലൂടെ കൈയിട്ട്, അല്ല അർബാ, എന്തു പറ്റി? എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. എന്നാലും എന്താ എന്നോട് പറയാത്തതെന്താ? സൈത്തൂൻ ബീവി ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ലടി, നമ്മൾ അറിയാതെ എന്തെങ്കിലും തെറ്റുകളിലൊക്കെ പെട്ടുപോയ പിന്നെ നമുക്കൊരു കുറ്റബോധമായിരിക്കും. തെറ്റുകളോ? എൻ്റെ അർബാവിനോ? ഹേയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെടി, അത് അറിഞ്ഞുകൊണ്ടും അറിയാതെയൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ പെട്ടുപോകും. പഠിച്ച റബ്ബ് പുറത്ത് തന്നാൽ നന്ന്. ഹേയ്, എൻ്റെ അർബാവ് എപ്പോഴും എല്ലാവർക്കും ഗുണങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരാളെ കുറിച്ചും മോശമായി പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുകയോ എൻ്റെ അർബാവ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. 6 വർഷമായിട്ട് അങ്ങയുടെ കൂടെ ഞാനുണ്ട്. പിന്നെ അതല്ല, നമ്മുടെ ജോലിക്കാരനെ എന്തായി? വീണ്ടും പോകണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. പോയിക്കോട്ടെ, അവർ ജീവിച്ചോട്ടെ അവരുടെ ഇഷ്ടത്തിന്. അവരുടെ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. ഇനി അഥവാ അദ്ദേഹത്തിന് നാട്ടിൽ നിൽക്കുവാൻ പ്രയാസമാണെങ്കിൽ മാത്രം വന്നോട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ കുറച്ച് കാലങ്ങൾ സുഖമായി ജീവിക്കട്ടെ. പിന്നെ അർബ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ വേണേ? അതെ, അവർ ഇവിടുന്ന് പോകുമ്പോഴേ അവർക്ക് ജീവിക്കാനുള്ളൊരു വക കൊടുക്കണം കേട്ടോ. അവരൊരിക്കലും കഷ്ടപ്പെടാൻ പാടില്ല. കാരണം പാവാണ്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം വരും. അതൊക്കെ ഞാൻ ഏറ്റുവണ്ണേ. അല്ല, അർബാവ് കൊടുത്തോളൂ. പക്ഷേ ഞാൻ എൻ്റെ സ്വത്തിൽ നിന്ന് കുറച്ച് ഞാനും കൊടുക്കും. അതൊക്കെ നിൻ്റെ ഇഷ്ടം. അവരുടെ വീട്ടുകാർക്കും ഒക്കെയുള്ള കൊടുക്കാലോ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചരിത്രം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ സങ്കടം വന്നൂലേ. അതിനെ ഇവിടെ വരുന്നവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും നമ്മൾ വരുത്തുന്നില്ലല്ലോ. കാരണം നമ്മളെ കീഴിലേക്ക് അവർ ജോലിക്ക് വേണ്ടി വരുന്നത് എന്തിനാണ്? ക്യാഷിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് പരിഗണന നൽകണം. കാരണം അത്രക്കും കഷ്ടപ്പാട് കൊണ്ടാണ് അവരിങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് എന്തൊക്കെ തന്നെയായാലും അതായിരിക്കും നല്ലത്. അല്ല, പകരം ഒരാളെ കണ്ടുപിടിക്കണമല്ലോ നമുക്ക്. എന്തിപ്പോൾ ചെയ്യുക? പിന്നെ കൂടുതൽ പ്രായമുള്ളവരൊന്നും വേണ്ട. കാരണം ബുദ്ധിമുട്ടാണ്. അവർ ജോലിയൊക്കെ ചെയ്യണ കാണുമ്പോൾ നല്ല പ്രയാസം തോന്നാറുണ്ട്. നമ്മൾ പ്രായമായവരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നൊന്നും ശരിയല്ല. യുവാക്കളായ ആളുകളുണ്ടാവും, അവർക്ക് അത്രയൊന്നും ഭാരം ഉണ്ടാവില്ല. നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മളെക്കാളും ഒരുപാട് വയസ്സിന് മുകളിലുള്ള ആളുകൾ ഇങ്ങനെ അധ്വാനിക്കുന്നത് കാണുമ്പോഴേ പ്രയാസമാണ് സൈത്തൂൻ. സത്യത്തിലും അർബ, നിങ്ങളുടെ മനസ്സ് വല്ലാത്ത മനസ്സ് തന്നെയാണ്. പഠിച്ചവൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ. അന്ന് അറബിയും കൂടി അതാ അവിടെ ജോലി ചെയ്തിരുന്ന ആ ഇക്കയുടെ അടുക്കലേക്ക് പോകുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ലേക്ക, എന്താ നാട്ടിൽ പോണോ? മോനെ, ഇനി പോവട്ടെ അർബ. ഇനിയും പോകാതിരുന്നാൽ എനിക്കാകെ കുറച്ച് ദിവസത്തെ ജീവിതമുള്ളൂ എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇനിയും ഇവിടെ നിന്നാൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ എനിക്കെൻ്റെ മക്കളെ കൂടെങ്കിലും കുറച്ച് ദിവസം. അത് കേട്ടപ്പോൾ ആ അർബാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾക്ക് അറിയാതിരിക്കോ? ഇൻഷാ അല്ലാ നിങ്ങൾക്ക് പോകാം ധൈര്യമായിട്ട്. പകരം നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലും? പകരമായിട്ട് ഇപ്പോൾ ആരെ കിട്ടാനാ? എനിക്കറിയുന്നില്ല. കാരണം അറബി വീട്ടിലേക്കെന്ന് പറയുമ്പോൾ പലർക്കും മടിയായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ അത്ര ബുദ്ധിമുട്ടിക്കുന്നില്ല ഞങ്ങളെ. പിന്നെ കറക്റ്റിന് ശമ്പളം തരുന്നുണ്ട്, അത് കൂട്ടി തരുന്നുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്കിവിടെ വിട്ട് പോകാൻ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ എൻ്റെ മനസ്സിന് വല്ലാത്തൊരാഗ്രഹം. ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോളൂ, സന്തോഷത്തോടു കൂടി ജീവിച്ചോളൂ. അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾക്ക് പഠിച്ചറബ് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. കാരണം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ നിങ്ങൾ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ മതി. അദ്ദേഹം എക്സിറ്റ് അടിച്ച് പോവുകയാണ് അവിടെ നിന്ന്. എന്നാൽ ഈ സമയം സൈത്തൂൻ ബീവിയും സൈഫും അദ്ദേഹം പോകുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണ്ടേ? ഇൻഷാ അല്ലാഹ് കൊടുക്കണം. കാരണം അദ്ദേഹം ഇനി അവിടെ
സ്വസ്ഥമായി ജീവിച്ചോട്ടെ, പണിക്കൊന്നും പോകാതെ അതിനുള്ളത് കൊടുക്കണം. ഇൻഷാ അല്ലാ നമുക്ക് നാളെ പർച്ചേസിങ്ങിനൊക്കെ പോകാം. കാര്യങ്ങൾ നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഓക്കെ. അന്ന് സൈത്തൂൻ ബീവിയും സൈഫും സംസാരിച്ചുകൊണ്ട് കിടന്നു. അവർ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് തഹജ്ജുദിൻ്റെ സമയമായപ്പോൾ ബീവി ഉണർന്നത്. അല്ലാ പഠിച്ചോനെ, തെറ്റിയിട്ടൊന്നുമില്ല. അവർ വേഗം ഉളൂഹ് ചെയ്ത് നമസ്കരിച്ചു. അപ്പോഴും അവർ ദുആ ചെയ്തിരുന്നത്, പഠിച്ചോനെ ഫർസാനക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാ, ഫർസാനക്ക് കുഞ്ഞിനെ നല്ല രീതിയിൽ പ്രസവിക്കുവാനുള്ള ഭാഗ്യം നീ നൽകല്ല. ആ നിമിഷവും അതാ സൈത്തൂൻ ബീവി ഫർസാനക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുവാൻ പോകുന്ന അവളാണ്, എൻ്റെ പങ്കാളിയാണ്, ഭാര്യയാണ്, എല്ലാമാണ് അവൾ. അതുകൊണ്ട് തന്നെ റബ്ബേ അവളുടെ കാര്യമൊക്കെ നീ ഏറ്റെടുക്കണേ അല്ലാ. തഹജ്ജുദ് കഴിഞ്ഞ് അതാ അർബാവും പള്ളിയിലേക്ക് പോകുന്നു. പഠിച്ചോനെ എല്ലാം പെട്ടെന്ന് റെഡിയാക്കണം, പിന്നെ പോകാനുള്ളതാണ്. അന്ന് സുബഹി നിസ്കാരവും ഖുർആൻ പാരായണവും കഴിഞ്ഞ് നേരെ സൈത്തൂൻ ബീവി ഫർസാനയുടെ റൂം ലക്ഷ്യമാക്കിയാണ് പോയത്. യാ ഫർസാൻ, ഫർസാൻ. അവൾ നിസ്കരിക്കുകയാണോ അതോ ഖുർആൻ പാരായണം ചെയ്യുകയാണോ അറിയില്ല. പെട്ടെന്ന് അവൾ വാതിൽ തുറന്നു. ബീവി അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം, കയറിക്കോളൂ. അല്ല മോളെ, നീ ഇവിടെ അങ്ങ് സെറ്റിൽഡ് ആയല്ലോ മൊത്തത്തിൽ. പിന്നെ ഇവിടെ നിൽക്കില്ലാതെ മോൾക്കുള്ളതാണ് കേട്ടോ. മോൾക്ക് സ്പെഷ്യലായിട്ട് റൂമും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് എടുക്കും. ഈ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് മറ്റൊരു വീട് സെറ്റാക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിനക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല, ഇവിടെ മതിയല്ലോ, ഇവിടെ എന്താ സൗകര്യത്തിന് കുഴപ്പം? അങ്ങനെയല്ല മോളെ, ഇനി എൻ്റെ ഭർത്താവ് ഇവിടെ നിൽക്കുമ്പോൾ കൂടുതലായിട്ടും എൻ്റെ കൂടെയാണ് ഇടപഴകുന്നത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് സ്പെഷ്യലായിട്ടൊരു ടൈം ടേബിൾ വെക്കാനുണ്ട്. അതനുസരിച്ച് ആ ദിവസം അങ്ങോട്ടും ഈ ദിവസം ഇങ്ങോട്ടും അങ്ങനെ വരലും നടക്കും. ബീവിയുടെ ആഗ്രഹം അത് വല്ലാത്തൊരു ആഗ്രഹം തന്നെയാണ്. ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് ഇത്രയധികം സപ്പോർട്ടായി നിൽക്കുമോ?